നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഒരു എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുമുള്ള യാഥാർത്ഥ്യത്തെ മാനിഫെസ്റ്റ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസൻറ്റ് വിത്തിൻ മാൻ എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലുള്ള പെർഫെക്ഷൻ അതും പ്രകടമാക്കുക. പക്ഷെ നമുക്ക് ആ ബോധ്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പെർഫെക്ഷൻ തേടിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെർഫെക്ഷൻ എൻ്റെ ഉള്ളിലാണെന്ന് തിരിച്ചറിയാണ്ട് എവിടേക്കോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലോസഫേഴ്സ് സ്റ്റോൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൽക്കമിസ്റ്റിലെ കേന്ദ്ര കഥാപാത്രം പോലെ. ആൽക്കമിസ്റ്റ് എന്ന പോലോ കെല്ലുവിൻ്റെ പുസ്തകമുണ്ട്, വായിക്കേണ്ട പുസ്തകമാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പല പല കാര്യങ്ങളെയും പിടിക്കുന്നു, ക്രച്ചസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ ഈ തരത്തിലുള്ള പുറമേ ഉള്ള ഡിപ്പെൻഡൻസ് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്, കുറയ്ക്കുകയാണ് വേണ്ടത്? തീർച്ചയായിട്ടും കുറയ്ക്കുകയല്ലേ വേണ്ടത്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ കൂടുതൽ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് സെൽഫ് ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ? നീ നിൻ്റെ കാലിൽ തന്നെ നിൽക്കണം. അതായത് കുറച്ച് പൈസ സമ്പാദിക്കണം, സ്വന്തം വീട് വേണം, ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക. ഇതാണ് സെൽഫ് ഡിപ്പെൻഡൻസ് നമ്മൾ വിചാരിക്കുന്നത്. അത് സെൽഫ് ഡിപ്പെൻഡൻസ് ആണോ? അതും ഡിപ്പെൻഡൻസ് തന്നെയാണ്. അത് ക്രച്ചാണ്. എൻ്റെ ജോലി ഒരു ക്രച്ച്, നടക്കുന്ന വടി എന്ന് പറയുന്ന പോലെ. അതുപോലെ എൻ്റെ ആരോഗ്യം, എൻ്റെ ധനം, എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എൻ്റെ കുടുംബം ഒക്കെ ഇങ്ങനെ ക്രച്ചസാണ്. എൻ്റെ വിദ്യാഭ്യാസം, അറിവ്, നമ്മൾ വിചാരിക്കുന്നത് അറിവുണ്ടായിക്കഴിഞ്ഞാൽ എവിടെ രക്ഷപ്പെടാമെന്നാണ്. ജ്ഞാനി എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജ്ഞാനി എന്ന് പറയുമ്പോൾ അറിവുള്ള ആൾ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ അറിവ്, പഠിക്കുന്ന അറിവ് ഇല്ലാണ്ടായി പോകും. നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ അവസാനം ഓർമ്മയൊന്നുമില്ലാതെ ആൽസീമേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടപ്പിലായ കഥകൾ അറിയാം. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടായത്?
അപ്പോൾ ശരിക്കുള്ള സെൽഫ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ യാഥാർത്ഥ്യത്തിൽ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള അസ്തിത്വത്തിൽ, സ്വത്വത്തിലുള്ള ഡിപ്പെൻഡൻസ് ആണ് ശരിക്കും നമ്മൾ നേടേണ്ടത്. പുറമേയുള്ളതെല്ലാം നമ്മൾ ആശ്രയിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഈശ്വര വിശ്വാസമുണ്ട് എന്ന് ചിലർ പറയും. ഏത് ഈശ്വരനാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തെ ഭഗവതിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവാനാണ്, അല്ലെങ്കിൽ ഏത് പള്ളിയിലെ സെയിൻറ്റാണ്. ഈ രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുള്ള സ്നാനം ചെയ്യുക, തീർത്ഥയാത്ര നടത്തുക, ഇതൊക്കെ ക്രച്ചസാണ്. എല്ലാം നമ്മൾ പിടിച്ച് നിൽക്കുകയാണ് ഓരോന്ന്. ഇനി അതിനേക്കാളും ഒരു നാമം ചൊല്ലുക, മന്ത്രം ചൊല്ലുക, അതും ഒരു ക്രച്ചാണ്. ഇതും മറന്നു പോകും. ചെല്ലാൻ പറ്റാത്ത സ്റ്റേജ് വരും. ചിലപ്പോൾ തെറ്റിപ്പോയി എന്ന് പറയും. അപ്പോൾ പേടിയുണ്ടാവും. അപ്പോൾ ക്രച്ചസ് ആണോ നമ്മൾ പിടികൂടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, പേടി വരുന്നുണ്ടോ എന്നാണ്. ഇത് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? കോവിഡ് സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തപ്പോൾ തീർത്ഥാടനങ്ങളൊക്കെ മുടങ്ങി, തീർത്ഥയാത്രകളൊക്കെ മുടങ്ങി. ഇപ്പോൾ എല്ലാവരും ജീവിച്ചില്ലേ? അപ്പോൾ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തത്? അപ്പോൾ സ്നേഹത്തിൽ ഡിപ്പെൻഡ് ചെയ്തു. കുടുംബസ്നേഹം, എല്ലാവരും ഒരുമിച്ചിരുന്നു. അപ്പോഴാണ് ഒരുമയുടെ പ്രാധാന്യം മനസ്സിലാവുന്നത്. ICUവിൽ കിടക്കുമ്പോൾ മിസ് ചെയ്യുന്നു. ആ സ്നേഹമാണ് മിസ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നു. വ്യക്തികളല്ല മിസ് ചെയ്യുന്നത്, സ്നേഹമാണ് മിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പിടിവള്ളിയാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ സത്യത്തെയാണ്, ആ സ്നേഹത്തെയാണ്. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം. കൂടുതൽ ഉള്ളിലേക്ക് തിരിഞ്ഞ് അവസാനം ഭയമില്ലാത്ത ഒരു അവസ്ഥ. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഞാൻ ഇല്ലാതെ ആവില്ല. ഈ സത്യം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. എഡ്യൂക്കേഷനിൽ നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ ഒരു സത്യം നമ്മൾ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്ന് പറയും. പക്ഷേ എന്താണ് ഈ മൃത്യോർമ അമൃതം ഗമയ എന്ന് പറഞ്ഞാൽ? മാൻ അമരനാണ് എന്നുള്ള ബോധം, അത് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണം. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്നുള്ള ലക്ഷണം എന്താണ്? നമ്മൾ അറിയാതെ തന്നെ എല്ലാവർക്കും സ്നേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, നിസ്വാർത്ഥരാകുന്നു, ഭയമില്ലാണ്ടായി മാറും. എവിടെ കൊണ്ടിട്ടാലും പ്രശ്നമില്ല. ഏത് തലത്തിലിരുന്നാലും എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻസിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ കഴിവുകളല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം നമ്മുടെ ഡിപ്പെൻഡൻസ് സ്നേഹത്തിലേക്ക്, നമ്മുടെ ഉള്ളിലുള്ള ഡിവിനിറ്റിയിലേക്ക്. ഇതിനാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. മറ്റതെല്ലാം വിഗ്രഹങ്ങളാണ്, ഓരോരോ പിടിവള്ളികളാണ്, ഐഡൽസാണ്. അതെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷേ അത് ട്രാൻസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവണം. രാമകൃഷ്ണ പരമഹംസൻ്റെ കഥയുണ്ട്. അദ്ദേഹം കാളി വർഷിപ്പ് ചെയ്ത ആളാണ്, കാളിയിൽ വിശ്വസിച്ച ആളാണ്. അപ്പോൾ അവസാനം ഈ കാളി തന്നെ പുള്ളിക്ക് ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരു തോതാപുരി എന്നുള്ള സെയിൻറ്റ് വന്നിട്ടാണ് പറയുന്നത്, നീ മുന്നോട്ട് പോകണം, കാളിയെ ട്രാൻസെൻഡ് ചെയ്യണം, ഉള്ളിലേക്ക് കണക്ട് ചെയ്യണം. കാളിയായാലും ദേവീദേവന്മാരായാലും നമ്മൾ ആരാധിക്കുന്ന ആരായാലും അതൊക്കെ ഈ ജന്മത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതം ഒരു പ്രിപ്പറേഷനാണ്. നമ്മുടെ ശരീരം പോകുമ്പോൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലുള്ള പ്രസൻസിലാണോ എന്ന്, പ്രസൻസ് ഈശ്വരനിലാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു യാത്രയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പം തന്നെ വിജയിച്ചാലേ നമുക്ക് മരണം എന്നുള്ളതിനെ കീഴടക്കാൻ പറ്റുള്ളൂ, ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഭയമില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ശ്വാസവും ഓരോ ശ്വാസത്തിനൊപ്പം ഓരോ ചിന്തയും വരുന്നത് ആ സ്നേഹത്തിൽ നിന്നായിരിക്കും. കൂടുതൽ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുക. നമുക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. ആദ്യം നമ്മളുടെ ഒരു ഫാദർ ലാൻഡ് ഉണ്ട്, എന്നെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, ഒരു ഹോമുണ്ട് എന്നൊരു തിരിച്ചറിവ്, ഒരു ധൈര്യം തരുന്നു. പക്ഷെ പിന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫാമിലി അതാണ്, ഡിവൈൻ ഫാമിലിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അവിടെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതെൻ്റെ മാർക്കാവുന്നു, എൻ്റെ ഇനീഷ്യലായി മാറുന്നു. നമ്മളിപ്പോൾ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ തറവാടിൻ്റെ പേരും അച്ഛൻ്റെ പേരും ഒക്കെയാണ്. കഥാനായകൻ എന്നൊരു ഫിലിമുണ്ട്, ജയറാം അഭിനയിക്കുന്ന രാമനാഥൻ. ഇനീഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാനില്ല, മുമ്പിൽ അച്ഛൻ നിൽക്കുന്നു, പയ്യാരത്ത് പത്മനാഭൻ നായർ, അദ്ദേഹമാണ് അച്ഛൻ എന്ന് പറയാൻ ധൈര്യമില്ല. അപ്പോൾ ആ ഫൗണ്ടേഷൻ ഇല്ലാതെ കറങ്ങി തിരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഫൗണ്ടേഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമ്മൾ ആ ധൈര്യം നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കണം. നമ്മുടെ ജീവിതത്തിലെ യാത്രയിൽ എവിടെയായാലും എന്തായാലും നമുക്ക് കൊടുക്കാനുള്ളത് സ്നേഹം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മളെങ്ങനെ പുറമേയുള്ള
പ്രൊഫഷൻസിലോ പുറമേലെ സ്ഥാനങ്ങളിലോ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ പുറമേ സ്ഥാനങ്ങളിലും നമ്മുടെ പൊസിഷൻസിലും പ്രൊഫഷനിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവരൊക്കെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇത് മനസ്സിലാവുന്നത്. സ്ഥാനത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമായി. അപ്പോൾ ആ ഭയം ഇല്ലാണ്ടാവുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഹാർമണി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഭയമുള്ള ഒരാൾക്ക് വേറെ ആൾക്ക് സ്നേഹം എങ്ങനെയാണ് നൽകാൻ സാധിക്കുക? എങ്ങനെയാണ് സമാധാനം നൽകാൻ സാധിക്കുക? ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.